ഹലോ, എല്ലാവർക്കും സച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് 1 കിലോ ബീഫ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കറിക്കായിട്ടുള്ള മൊത്തത്തിലുള്ള മുളക് പൊടി, ഉപ്പൊന്നും ബീഫിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ആ ഒരു എരിവും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ബാക്കി പൊടികളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി കറിക്കായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ പൊടികൾ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികൾ ചൂടായതിന് ശേഷം അതിൻ്റെ ചൂടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എന്നിട്ട് തക്കാളി വേവിച്ചെടുക്കുക കേട്ടോ. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം എന്നിവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം അരച്ചെടുക്കണം. അതിന് ശേഷം നമുക്കത് ബീഫിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ഇവിടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഞാൻ. അതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ബീഫ് ഇവിടെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി മുറിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയില ബീഫിലേക്ക് ഇടുന്നത്. നല്ലൊരു ഫ്ലേവറാണ് അത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു വറുത്തരച്ച ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സി യു.